നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. റിഫോം UK പാർട്ടി നേതാവും എംപിയുമായ നൈജൽ ഫരാജിനെതിരെ സാമ്പത്തിക വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം പുകയുന്നു. തന്റെ അടുത്ത അനുയായിയും മുൻപ് തട്ടിപ്പ് കേസിൽ US ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ജോർജ് കോട്ട്ലറിൽ നിന്നും ലഭിച്ച സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഫരാജ് പാർലമെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് പ്രധാന ആരോപണം. എന്നാൽ ഫരാജ് യാതൊരുവിധ ചട്ടലംഘനവും നടത്തിയിട്ടില്ല എന്നും അദ്ദേഹത്തെ പിന്തുണച്ച് റിഫോം UKയുടെ ട്രഷറി വക്താവ് രംഗത്ത്. ദി സൺഡേ ടൈംസ് പത്രമാണ് റിഫോം UK പാർട്ടി നേതാവും എംപിയുമായ നൈജൽ ഫരാജിനെ സാമ്പത്തിക വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം പുകയുന്നു എന്ന വാർത്ത ആദ്യമായി പുറത്തുവിട്ടത്. നൈജൽ ഫരാജ് എംപിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു വർഷ കാലയളവിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനുള്ള സ്റ്റാഫുകളുടെ ശമ്പളം, വ്യക്തിഗത സുരക്ഷാ ചിലവുകൾ എന്നിവ കോട്ട്റെൽ ആണ് നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ ലണ്ടനിൽ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് സമീപമുള്ള കോട്ട്ലറിന്റെ ആഡംബര വസതി ഫരാജ് ഉപയോഗിച്ചിരുന്നതായും ആരോപണം ഉയരുന്നുണ്ട്. പാർലമെന്ററി ചട്ടങ്ങൾ അനുസരിച്ച് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എംപിമാർ തങ്ങൾക്ക് കഴിഞ്ഞ 12 മാസത്തിനിടയിൽ ലഭിച്ച 300 പൗണ്ടിന് മുകളിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും വെളിപ്പെടുത്താൻ ബാധ്യസ്ഥരാണ്. എംപി ആകുന്നതിന് മുൻപുള്ള സഹായം നൈജൽ ഫരാജ് എംപിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് മുമ്പാണ് ഈ സഹായങ്ങളെല്ലാം ലഭിച്ചതെന്നും പൂർണ്ണമായും വ്യക്തിപരമായ സൗഹൃദത്തിന്റെ പുറത്താണ് സുരക്ഷയും സ്റ്റാഫ് ചിലവുകളും കോട്ട്റെൽ വഹിച്ചത് എന്നാണ് റിഫോം UK ട്രഷറി വക്താവ് റോബർട്ട് ജെന്റിക് പ്രതികരിച്ചത്. പാർലമെന്ററി നിയമം അനുസരിച്ച് ഒരു വ്യക്തി എംപി ആകുന്നതിന് മുമ്പ് സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി സ്വീകരിക്കുന്ന സമ്മാനങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ചട്ടലംഘനവും നടന്നിട്ടില്ല എന്ന് പാർട്ടി വക്താക്കൾ അവകാശപ്പെടുന്നു. ഒരു സാമ്പത്തിക കുറ്റവാളിയിൽ നിന്നും ഫരാജ് കൈപ്പറ്റിയ സാമ്പത്തിക ആനുകൂല്യങ്ങളെക്കുറിച്ച് പാർലമെന്ററി സ്റ്റാൻഡേർഡ് കമ്മീഷണർ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഔദ്യോഗികമായി കത്തയച്ചിട്ടുണ്ട്. ക്രിപ്റ്റോ ശതകോടീശ്വരനായ ക്രിസ്റ്റഫർ ഹാർബർബോണിൽ നിന്നും തിരഞ്ഞെടുപ്പിനു തൊട്ടു മുൻപ് ലഭിച്ച 5 മില്യൺ പൗണ്ടിന്റെ അപ്രഖ്യാപിത സമ്മാനവുമായി ബന്ധപ്പെട്ട് നൈജൽ ഫരാജ് നിലവിൽ പാർലമെന്ററി അന്വേഷണം നേരിടുകയാണ്. കൂടാതെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറുമായി നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ ഹാർബോണിന്റെ ക്രിപ്റ്റോ ബിസിനസ്സുകൾക്ക് അനുകൂലമായ രീതിയിൽ ഫരാജ് ലോബിയിങ് നടത്തിയെന്ന പുതിയ പരാതി പാർലമെന്ററി കമ്മീഷണർ ഡാനിയൽ ഗ്രീൻബർഗിന് മുന്നിലെത്തിയിട്ടുണ്ട്. തങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയെ പിന്തുണച്ച പത്രങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ വാർത്തകൾ ചമയ്ക്കുകയാണെന്നും റിഫോം UKയുടെ നിലപാട്. എന്നാൽ തുടർച്ചയായി പുറത്തുവരുന്ന സാമ്പത്തിക വിവാദങ്ങൾ ഫരാജിനെയും റിഫോം UKയെയും കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. സുപ്രധാന മരുന്നുകൾ പലതിന്റെയും ലഭ്യത കുറഞ്ഞു വരാൻ തുടങ്ങിയതോടെ NHS രോഗികൾ അതീവ ഉത്കണ്ഠയിലെന്ന് റിപ്പോർട്ട്. മരുന്നുകളുടെ ക്ഷാമം ഒരു ദേശീയ പ്രതിസന്ധിയായി മാറും എന്നാണ് ഫാർമസിസ്റ്റുകൾ പറയുന്നത്. 2025 ഏപ്രിൽ മാസത്തിനിടയിലായി 1500ഓളം മരുന്നുകൾ കുറവാണ് രേഖപ്പെടുത്തിയത്. NHSലെ കടുത്ത മരുന്നുക്ഷാമം രോഗികൾ വലയുന്നു എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. ചുഴലി രോഗം ബാധിച്ച പാർക്കിൻസൺസ് രോഗവും ബാധിച്ചു എന്ന് കണ്ടെത്തിയ പേൾ ബട്ട്ലർ എന്ന വനിത പറയുന്നത് ആഴ്ചകളോളം മരുന്നുകൾ ലഭിക്കാതിരുന്നെന്നും അതിന്റെ ഫലമായി രോഗം ഗുരുതരമാവുകയും ചെയ്തു എന്നാണ്. 2024 മെയ് മാസത്തിനും 2025 ഏപ്രിൽ മാസത്തിനും ഇടയിലായി 1500ഓളം മരുന്നുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയതെന്ന് കമ്മ്യൂണിറ്റി ഫാർമസി ഇംഗ്ലണ്ട് വ്യക്തമാക്കുന്നു. ക്രിയോൺ, ഇൻസുലിൻ, ADHD മരുന്നുകൾ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകൾ എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഫാർമസിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരം മരുന്നുകളുടെ ക്ഷാമം ഒരു തുടർക്കഥയാവുകയാണെന്നും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും റോയൽ കോളേജ് ഓഫ് ഫാർമസി ആവശ്യപ്പെട്ടു. വിതരണ ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രശ്നം ഒരു ദേശീയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണെന്നും മരുന്നുകളുടെ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനായി ദീർഘകാല പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടതെന്നും ബ്രിസ്റ്റോളിലെ ബെഡ്മിനിസ്റ്റർ ഫാർമസിയിലെ എഡി വില്യംസ് വ്യക്തമാക്കി. അതേസമയം 52-കാരിയായ ബട്ട്ലർ പറയുന്നത് മരുന്നുകളുടെ ക്ഷാമം കൂടെ ആശങ്ക ജനിപ്പിക്കുന്നു എന്നാണ്. ഇടനാഴികളിലും മറ്റും കിടത്തി രോഗികളെ ശുശ്രൂഷിക്കേണ്ടി വരുന്ന അവസ്ഥ മാറ്റാനുള്ള NHSന്റെ നടപടികൾ രോഗികൾക്ക് കാർ പാർക്കുകളെ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ സംജാതമാക്കുമെന്ന് ബ്രിട്ടനിലെ ഏറ്റവും മുതിർന്ന ആംബുലൻസ് ചീഫ് മുന്നറിയിപ്പ് നൽകുന്നു. അസോസിയേഷൻ ഓഫ് ആംബുലൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ജെൻസൺ കില്ലൻസ് പറയുന്നത് A&E വിഭാഗത്തിലെ ദൈർഘ്യമേറിയ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനാൽ NHS ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ്. ഇടനാഴികളിലും മറ്റും കിടത്തി രോഗികളെ ശുശ്രൂഷിക്കേണ്ടി വരുന്ന അവസ്ഥ മാറ്റാനുള്ള NHSന്റെ നടപടികൾ രോഗികൾക്ക് കാർ പാർക്കുകളെ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ സംജാതമാക്കുമെന്ന് മുന്നറിയിപ്പ്. ഈ പാർലമെന്റിന്റെ കാലാവധി തീരുന്നതിന് മുൻപായി വരാന്തകളിലെ ചികിത്സ അവസാനിപ്പിക്കും എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ട്രോളികളിൽ കിടക്കുന്ന രോഗികൾക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാമെന്നും അദ്ദേഹം ടെലഗ്രാഫിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി.
ആശുപത്രികളിലെ രോഗികളെ പരിപാലിക്കുന്നതിൽ വേഗത കൈവരിക്കാതെ വരാന്തകൾ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിപരീത ഫലം ചെയ്യും എന്നാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ്. വരാന്തകൾ കിടത്തി ചികിത്സിക്കുന്നത് ഒരിക്കലും അന്തസ്സുള്ള ഒരു നടപടിയല്ല എന്ന് പറഞ്ഞ അദ്ദേഹം അതുപോലെ തന്നെ കാർ പാർക്കിൽ ആംബുലൻസിൽ കിടന്ന് ചികിത്സ സ്വീകരിക്കേണ്ടി വരുന്നതെന്നും കൂട്ടിച്ചേർത്തു. ലണ്ടൻ ആംബുലൻസ് സർവീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് കൂടിയാണ് അദ്ദേഹം. എക്സസിലെ വെതർഫീൽഡിലുള്ള മുൻ സൈനിക ആസ്ഥാനത്ത് പാർപ്പിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ 60% വർധനവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതോടെ ഹോം ഓഫീസിനെതിരെ പുതിയ നടപടികൾക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ എന്ന് റിപ്പോർട്ട്. എക്സസിലെ വെതർഫീൽഡിലുള്ള മുൻ സൈനിക ആസ്ഥാനത്ത് പാർപ്പിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ 60% വർധനവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതോടെ പ്രതിഷേധം ശക്തമാകുന്നു. അഭയാർത്ഥികളുടെ എണ്ണം ഇനിയും വർദ്ധിച്ചാൽ പ്രദേശവാസികളെക്കാൾ കൂടുതൽ അഭയാർത്ഥികൾ ഉണ്ടാകും എന്നതാകും അവസ്ഥയെന്നും ഗ്രാമവാസികൾ ചൂണ്ടിക്കാട്ടി. നിലവിൽ വെതർഫീൽഡിലെ പഴയ വ്യോമസേനാ കേന്ദ്രത്തിൽ 766 അഭയാർത്ഥികളാണ് ഉള്ളത്. ഇത് 1245 ഉയർത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നേരത്തെ 2027 വരെ മാത്രമേ ഈ ക്യാമ്പ് ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു. അത് കഴിഞ്ഞും ക്യാമ്പിന്റെ പ്രവർത്തനം തുടരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ബോട്ടുകളിൽ അഭയാർത്ഥികൾ എത്തുന്നത് തടയുമെന്നും അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കുമെന്നും മന്ത്രിമാർ ആവർത്തിച്ച് പറയുന്നതിനിടയിലാണിത്. 2023 ജൂണിൽ ഈ അഭയാർത്ഥി ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചതു മുതൽ തങ്ങളുടെ ജീവിതം നരകതുല്യമായി എന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയത്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതായും പ്രദേശത്താകെ ഭീഷണി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്നും അവർ പറഞ്ഞു. ക്യാമ്പിൽ നിന്നുമുള്ള ശബ്ദാഘോഷങ്ങളും അതിരാവിലെ തന്നെ അഭയാർത്ഥികളെ കൊണ്ടുവിടാനും കൊണ്ടുപോകാനും എത്തുന്ന കാറുകളുടെ ഹോണടികളും കാരണം രാവിലെ ഉറക്കം സാധ്യമാകുന്നില്ല എന്ന് ക്യാമ്പിന് സമീപം താമസിക്കുന്നവർ പരാതിപ്പെടുന്നു. മാത്രമല്ല, റോഡിലും പരിസരങ്ങളിലും മലമൂത്ര വിസർജനം നടത്തുന്നതും സാധാരണമായിരിക്കുന്നതായി അവർ വ്യക്തമാക്കി. മറ്റൊരു ഉഷ്ണതരംഗത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് നിർദ്ദേശം. ഈ ആഴ്ച ആരംഭിക്കുന്ന ഉഷ്ണതരംഗത്തിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനില 34 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കി. യുകെയുടെ പല ഭാഗങ്ങളിലും ഒരാഴ്ച വരെ നീളുന്ന ആരോഗ്യ മുന്നറിയിപ്പുകൾ ശനിയാഴ്ച മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നു. ഈ ആഴ്ച ആരംഭിക്കുന്ന ഉഷ്ണതരംഗത്തിൽ ബ്രിട്ടന്റെ ചില ഭാഗങ്ങൾ താപനില 34 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും അതിനാൽ മറ്റൊരു ഉഷ്ണതരംഗത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുവാനും ബ്രിട്ടീഷുകാർക്ക് നിർദ്ദേശം നൽകി. പ്രായമായവരും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും ഏറെ കരുതലെടുക്കണമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് പല ഭാഗങ്ങളിലും അതിരാവിലെ തന്നെ താപനില 20 ഡിഗ്രിക്ക് അടുത്ത് എത്തുമെന്നാണ് കരുതുന്നത്. തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ശനിയാഴ്ച താപനില 29 ഡിഗ്രി സെൽഷ്യസ് എത്തുകയും ഞായറാഴ്ച അതേ താപനില തുടരുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ന് തന്നെ ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗത്തിന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇടയുണ്ട്. ഇവിടങ്ങളിൽ ഇന്ന് താപനില 31 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം എന്നാണ് കരുതുന്നത്. വ്യാഴാഴ്ചയോടെ തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ താപനില 34 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നേക്കുമെന്നും മെറ്റ് ഓഫീസ് വ്യക്തമാക്കി. ബ്രിട്ടന്റെ ചില ഭാഗങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗം പ്രവചിക്കുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ മാസത്തെ ഉഷ്ണതരംഗത്തിന്റെ അത്ര കാഠിന്യമുള്ളതായിരിക്കില്ല ഇത്തവണ എന്നാണ് കരുതുന്നത്. വടക്കു പടിഞ്ഞാറൻ സ്കോട്ട്ലാൻഡിൽ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഇന്ന് രാവിലെ 10 മണി വരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും. 40 മില്ലിമീറ്റർ വരെ മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ 100 മില്ലിമീറ്റർ മഴ വരെ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. വ്യാഴാഴ്ച ബിർമിംഗ്ഹാമിൽ താപനില 33 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കും. അന്നേ ദിവസം തന്നെ മാഞ്ചസ്റ്ററിൽ 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയായിരിക്കും അനുഭവപ്പെടുക. എന്നാൽ വെള്ളിയാഴ്ചയോടെ കിഴക്കൻ തീരത്ത് വീശുന്ന ഇളം കാറ്റ് താപനിലയെ ചെറിയ കുറവുണ്ടാക്കുമെന്ന് മെറ്റ് ഓഫീസ് പറയുന്നു. അതേസമയം പടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിലെ മഴ ചൊവ്വാഴ്ച വരെ തുടരും. സെപ്റ്റംബർ മുതൽ എല്ലാ സ്കൂളുകൾക്കും പുതിയ യൂണിഫോം നിയമം നിലവിൽ വരികയാണ്. അടുത്ത ടേം മുതൽ യൂണിഫോമിന്റെ ബ്രാൻഡഡ് ഐറ്റംസ് 3 എണ്ണത്തിൽ കൂടുതൽ വാങ്ങരുതെന്ന നിർദ്ദേശമാണ് പുതിയ നിയമം മാതാപിതാക്കൾക്ക് നൽകുന്നത്. സെപ്റ്റംബർ മുതൽ എല്ലാ സ്കൂളുകൾക്കും പുതിയ യൂണിഫോം നിയമം നിലവിൽ വരുന്നതോടെ അടുത്ത ടേം മുതൽ യൂണിഫോമിന്റെ ബ്രാൻഡഡ് ഐറ്റംസ് 3 എണ്ണത്തിൽ കൂടുതൽ വാങ്ങരുത് എന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചു യുകെയിലെ സ്കൂളുകൾ. ബിർമിംഗ്ഹാമിലെ മിഡ്ലാൻഡ്സിലെയും ചില സ്കൂളുകൾ ഇപ്പോൾ തന്നെ ഇത്തരമൊരു നയം കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും സെപ്റ്റംബർ മുതൽ ഇത് നിയമപരമായി നിർബന്ധിതമാകുന്ന ഒന്നായി മാറുകയാണ്. വിദ്യാഭ്യാസ ചെലവുകൾ കുറയ്ക്കുന്നതിനും സ്കൂൾ യൂണിഫോം പോലുള്ളവ വാങ്ങുമ്പോൾ മാതാപിതാക്കൾക്ക് മേൽ അമിത സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാനുമാണ് വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്ന ചിൽഡ്രൻസ് വെൽബിയറിംഗ് ആൻഡ് സ്കൂൾസ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. യൂണിഫോമിന് വരുന്ന ചെലവ് താങ്ങാൻ കഴിയുമോ എന്ന ആശങ്ക മാതാപിതാക്കൾക്ക് കുട്ടികളെ അവർ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ചേർക്കുന്നതിന് തടസ്സമാകരുത് എന്നാണ് ആക്ട് പറയുന്നത്. ജമ്പറുകൾ,
ബ്ലേസർ, ട്രൗസർ, സ്കേർട്ട് എന്നിവയൊക്കെ ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. എന്നാൽ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ടൈം ഇതിൽ ഉൾപ്പെടില്ല. തട്ടിപ്പിലൂടെ അനർഹർ പ്രയോജനം കൈക്കലാക്കുന്നത് തടയിടുന്നതിനുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമായി വിദ്യാഭ്യാസ വായ്പയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് ഇനി മുതൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കേണ്ടതായി വരും. വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസും ജീവിത ചെലവും നൽകുന്ന വിദ്യാഭ്യാസ വായ്പയുടെ സൗകര്യങ്ങൾ ക്രിമിനലുകൾ ദുരുപയോഗം ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം. UK-യിൽ വിദ്യാഭ്യാസ വായ്പയ്ക്കായി അപേക്ഷിക്കുന്നവർക്കും ഇനി മുതൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കേണ്ടതായി വരും എന്ന് റിപ്പോർട്ട്. വായ്പ എടുക്കാനായി മാത്രം കോളേജിൽ എൻറോൾ ചെയ്യുന്ന തട്ടിപ്പുകാരും നിരവധിയാണ്. എന്നെങ്കിലും പണം മടക്കി നൽകണം എന്ന ഉദ്ദേശമൊന്നും ഇവർക്കില്ല. റൊമേനിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഇതിനായി മാത്രം വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ റിക്രൂട്ട് ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നിലധികം സംഘടിത കുറ്റകൃത്യ സംഘടനകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വേണ്ടത്ര ഇല്ലാത്തതിനാൽ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികളെ വായ്പ എടുക്കുന്നതിനുള്ള സൗകര്യത്തിനു മാത്രമായി ചില ചെറിയ കോളേജുകൾ റിക്രൂട്ട് ചെയ്യുന്നതും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. UK സ്പെഷ്യൽ ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.